ഹലോ ഗൈസ്, നമ്മളിന്ന് രാവിലെ ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മളെ മൈക്കിൾ പറഞ്ഞത് ഓനൊരു ലൊക്കേഷൻ വിട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് വരാൻ. എന്തിനാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല, അങ്ങോട്ടേക്ക് അർജന്റായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോയേക്കാം. നമ്മളെ മൈക്കിളല്ലേ വിളിച്ചത്. ഷിൻജാനെ നീ ഇവിടെ നിൽക്കട്ടാ. അവിടെ ഞാൻ വേഗം വരാം. നമുക്ക് നേരെ മൈക്കിളിന്റെ അവിടേക്ക് പോവാം. നമ്മളെ ബൈക്ക് ഉണ്ടാ ഒന്നും നോക്കിയില്ല ഗൈസ്, ഒരു ബൈക്ക് അങ്ങോട്ട് വാങ്ങിച്ച് ഷിൻജാനെ വീടിന്റെ അകത്ത് പോട്ടാ. റോട്ടിക്കൊന്നും ഇറങ്ങല്ലേ. എവിടേക്കാണോ ചെക്കൻ തേരാപ്പാരം നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരെ മൈക്കിളിന്റെ അടുത്തോട്ട് പോവാം. എന്നെ വിളിക്കാറൊന്നുമില്ല, എന്താണാവോ, വല്ല ആവശ്യങ്ങളും ഉണ്ടാവും. എന്തായാലും പോയി നോക്കി വെക്കാം. നമ്മള് പിന്നെ ഇന്നലെ പുതിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മള് കാർ ഷോറൂമിന്റെ ബിസിനസ് ആയിരുന്നു. ആ വീഡിയോ കാണാത്തന്നെ കാണാം, നമ്മുടെ ഐക്കാർഡിൽ കൊടുക്കാം. ഓക്കെ, നമ്മളെ മൈക്കിൾ വിട്ടുന്ന ലൊക്കേഷൻ വഴി നമ്മൾ പോവുകയാണ്. ഓ, ഫ്രണ്ടിൽ പോലീസുകാരൻ പോകുന്നുണ്ടല്ലോ. നമ്മൾ ഹെൽമെറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ആള് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് സേഫ് ആയിട്ട് പോണത്. നമുക്ക് ഞാൻ എന്തായാലും മൈക്കിളിന്റെ അവിടെ എത്തിയിട്ട് കാണാം. മൈക്കിൾ ഇത് ഏത് വായില പോയി കിടക്കുന്നു. ഇവിടെ 2 വീടുണ്ട്. മനസ്സിലായി. ഈ വീടിന്റെ അപ്പുറത്തുള്ള വീടെന്നാ പറഞ്ഞേ. ഓക്കെ, എവിടെ തന്നെയാവും. എവിടെ ചെങ്ങനെ കാണാലല്ലോ. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിർത്തിയിട്ട് അടിയിലേക്ക് ഇറങ്ങി പോയി നോക്കി വെക്കാം. വണ്ടി ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കൂല്ലേ? ഇരുന്നോളൂ, അവിടെ ഇരുന്നോളൂ. ഓക്കെ, എവിടെ മൈക്കിള്? ഇവിടെ കാണാനില്ല. ഈ വീടിനുള്ളിൽ ഉണ്ടാ? ഓ, ഈ വീട് ലോക്കാലോ, തുറക്കാനൊന്നും കിട്ടുന്നില്ല. ഞാൻ വീടിന്റെ പിന്നിലുണ്ടാവും, പോയി നോക്കട്ടെ. ചെക്കനിക്ക് ഫ്രണ്ടിലൊക്കെ നിന്നൂടെ? എന്തിനു ബാക്കിൽ പോയി നിൽക്കണം? മൈക്കിളിനെ കണ്ടിട്ടുണ്ട്. എന്താ മൈക്കിൾ ഇവിടെ വന്ന് നിൽക്കണം? വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്നൂടെ? ഓടോ, വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അർജന്റ് കാര്യം. വേറെ പ്രശ്നമാവും. അത്രക്ക് വലിയ കാര്യമാണ്. എന്താ കാര്യം പറയും? ഓടോ, പോലീസ് സ്റ്റേഷനിലെ അവർ പുതിയൊരു സൂപ്പർ കാർ വാങ്ങിച്ചിട്ടുണ്ടോ? ഇനി നീ ഒന്ന് പോയി സ്റ്റീൽ തന്നാ മതി. എടാ, അന്നെ കൊണ്ട് സ്റ്റീലിംഗ് പരിപാടി നടക്കൂലല്ലേ? നമ്മൾ തന്നെ വേണല്ലേ? ഇവിടെ കാശ് തരാടാ, 2 കോടി തരാ. 2 കോടിയാ? അതൊന്നും പറ്റില്ല, എനിക്ക് അതിനും കൂടുതൽ വേണോ. അത്രക്ക് റിസ്ക് എടുത്തിട്ടാണ് ഞാൻ തരുന്നത്. ആടോ, എനിക്ക് എത്ര വേണ്ടി ചപ്പ അത്ര ഞാൻ തരാം. ഞാൻ പോയി സ്റ്റീൽ തന്നാ മതി. ഓക്കെ, നദാ വരുന്നു. ഞാൻ പോയി സ്റ്റീൽ ചെയ്തിട്ട് ഇപ്പം വരാം. കേസ്, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം. ഓക്കെ, നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്, ഭാഗ്യമുണ്ട്. ഞാനൊന്ന് പേടിച്ചു പോയി കേസ്. വയ്യഞ്ഞ് പുതിയ വണ്ടി ഒന്നും വാങ്ങിക്കാനേ. ഈ വണ്ടിയായിട്ട് പോകണ സേഫ് അല്ല കേസ്. ഈ വണ്ടി നമുക്ക് പകുതിക്കടലിൽ വെച്ചിട്ട് വേറെ ആരിലേക്കൊന്നും വണ്ടി എടുത്തിട്ട് പോവാം. ഈ വണ്ടിയായിട്ട് പോയാൽ ശരിയാവില്ല, അവിടെ വെച്ചിട്ട് വരേണ്ടി വരും. അത് റിസ്ക് ആണ്. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഈ വഴി എങ്ങനെയൊക്കെ പോയാൽ മതി. ഓക്കെ, ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ ലൊക്കേഷൻ വഴി പോവാം. നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം ഗൈസ്. പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് മുമ്പേ എനിക്ക് മൈക്കിൾ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞൊരു ബുദ്ധിയാണ്. അവൻ്റെ പെട്ടത്തലയിൽ ഉദിച്ച ബുദ്ധിയാണ്. ഇവിടെ ഒരു ഡ്രസ്സ് കട ഉണ്ട് ഇത്ര ഗൈസ്. അവിടെ ഫാൻസി കോമ്പറ്റീഷനായിട്ട് പറ്റിയ ഡ്രസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു പോലീസിൻ്റെ കോസ്റ്റ്യൂം ഒപ്പിക്കാൻ പറ്റുമോ നോക്കി വെക്കാം. ഇവിടെ നമുക്ക് കയറി നോക്കി വെക്കാം. കിട്ടാൻ ചാൻസ് ഉണ്ട്. പോലീസിൻ്റെ കോസ്റ്റ്യൂം അല്ലേ, നമ്മൾ സ്റ്റീൽ ചെയ്യാൻ വേണ്ടി കയറണ്ട. നമുക്ക് പറയാം എന്തെങ്കിലും ഫാൻസി കോമ്പറ്റീഷനാണ്. ഓക്കെ, ചേച്ചി എവിടെ ഈ പോലീസിൻ്റെ ഡ്രസ്സ് ഉണ്ടാ? ഒരു ഫാൻസി കോമ്പറ്റീഷൻ ആയിരുന്നു. മൂഞ്ചിട്ടുണ്ട് അങ്ങനത്തെ ഡ്രസ്സ് ഇവിടെ ഇല്ലാത്രേ. ഓക്കെ, നമുക്ക് ഇനി വേറെ എവിടെയും പോയി നോക്കണ്ടായി. വേണ്ട ഗൈസ്, ഇനി നോക്കൊന്നും വേണ്ട. നമുക്ക് ഇനി നേരിട്ട് പോയാണ്ട് സ്റ്റീൽ ചെയ്തെടുക്കാം. അല്ല പിന്നെ നമുക്ക് എന്ത് പഠിക്കണ്? ഞാൻ ഈ സിറ്റിത്തെ വലിയ ഗാങ്സ്റ്റർ അല്ല. പിന്നെ നമുക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. അവിടുന്ന് അങ്ങോട്ട് നേരെ സ്റ്റീൽ ചെയ്യുക, അത്ര ഉള്ളൂ. നമുക്ക് നേരെ ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഇനി വേറെ ഒന്നും നോക്കുന്നില്ല. എടാ, ഈ കാരനെ എവിടെ ഒക്കെ വരുന്നേ? ഇവനൊന്ന് ശരിയാക്കി കൊടുത്തണ്ട്. ഇവൻ ആരാ? വലിയ ഗാങ്സ്റ്ററിനായിട്ടാ കളിക്കാക്കണ്. ശരിയാക്കി കൊടുത്തണ്ട് കേട്ടാ. വണ്ടി നിറങ്ങടാ. എൻ്റെ കയ്യിൽ വാളാണുള്ളത്. ഞാൻ തൽക്കാലം ഇപ്പോൾ വാളെടുത്തുള്ളൂ. ശരിയാക്കി കൊടുത്തണ്ട്. എടാ, വണ്ടി എടുത്ത് പോകുന്ന എടാ പോയടോ. ഇനി ഇറങ്ങി വന്ന് ശരിയാക്കി എടുത്തണ്ട്. എന്താ എൻ്റെ കളി? എന്താ എന്നോട് എൻ്റെ കളി? വെട്ടു തന്നെ. എന്താ വാളിന് മുറിച്ചല്ലേ? എന്താണ് മൂഞ്ചല്ലേ? ഓക്കെ, അവനെ തീർത്തിട്ടുണ്ട് ഗൈസ്. അല്ല പിന്നെ നമ്മളടിക്കാൻ വന്ന അത്ര ഉള്ളൂ. സ്നൈപ്പറൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ കയ്യിൽ. അതത്ര ഉള്ളൂ. ഇനി വേണ്ട, നമുക്ക് ഇനി നേരെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഗൈസ്, ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി അറിയാണ്ട് ഞാൻ വണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ തന്നെ സൈഡാക്കിയിടാം. ഈ വണ്ടി എന്തോ പുകയുന്നൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ വീണൽ എന്തോ പറ്റിയതൊന്ന്. ഇനി വീണ്ടും പണിക്ക് കയറ്റേണ്ടി വരും. പ്രാന്ത്. നമുക്കാദ്യം സ്നൈപ്പർ എടുത്തിട്ട് ഇയാളെ തീർക്കാം. സ്നൈപ്പറിൽ സൈലൻസറിലുണ്ടേ, ആരും അറിയില്ല ഇവനെ തീർത്ത കാര്യം. ഓക്കെ, നമുക്ക് ഉള്ളിലോട്ട് കയറിയിട്ട് അടുത്ത ആളെ തീർക്കണം. ആ ഒരു ഇതിനുള്ളിൽ ആളുണ്ട് ഗൈസ്. ആളാണ് ആ ഷട്ടറൊക്കെ തുറക്കുന്ന ആള്. ആളെയും തീർത്തരണ്ട്. നമുക്ക് മെല്ലനെ പതുങ്ങി പോവാ. സൗണ്ട് ഉണ്ടാക്കി പോയവൻ അറിയും ഗൈസ്. അറിയാണ്ട് പോകണം, എന്നാലേ അവനെ കൊല്ലാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളിവിടെ വന്നിട്ടുണ്ട്. അവനെ തീർക്കണം ഗൈസ്. ഇതെന്താണ് എയിമൊക്കെ വേറെ എവിടെയൊക്കെ പോകുന്നു? എടാ, അവൻ കണ്ട സീനാവേ. എടാ, ഓനെവിടെ? ഓക്കെ, അവൻ കണ്ടിട്ടില്ല. എന്തായാലും ഇരുന്നിട്ട് തന്നെ പോകണം ഗൈസ്. സൈലൻ്റ് ആക്കണം, മാക്സിമം സൈലൻ്റ് ആവണം. അല്ലെങ്കിൽ പോലീസുകാരൊക്കെ ഇളകും. ഇനി അവൻ്റെ തലണ്ട് വിട്ട തലണ്ട് പൊളിക്കുക, അത്ര ഉള്ളൂ. ഇനി പേടിക്കാല്ല. ഇനി നമുക്ക് ഇതിനുള്ളിലോട്ട് കയറാം, അത്ര ഉള്ളൂ ഗൈസ്. ഇതുവരെയായിട്ട് പോലീസുകാരെന്ന് അറിഞ്ഞിട്ടില്ല. ഇനി അറിയാനും പോകണില്ല. കാരണം ഇതിനുള്ളിലോട്ട് ഞാൻ ബോംബൊക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ച് ഒക്കെ ഇതിനെ തീർത്തിട്ടുണ്ട്. നമുക്ക് ഇനി വണ്ടി തപ്പിയാൽ മാത്രം മതി. കണ്ടോ, കുറേ എണ്ണം കിടക്കുന്നുണ്ട് ഇവിടെ. ഒക്കെ പടായിട്ടുണ്ട്. ഇവിടെ 2 പോലീസുകാർ കിടക്കുന്നുണ്ട്.
വേറെ ഇവിടെ വണ്ടികളൊന്നും കാണാനല്ലോ. അതിന് ഏത് വണ്ടിയുടെ പറഞ്ഞ് ഇവിടെ ഒരു പോലീസുകാരെ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും അതിന്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കി നോക്കാം. ഇവിടെയും പിന്നെ ഒരു പോലീസുകാർ കിടക്കുന്നുണ്ട്. ഇതിന്റെ ബോണറ്റൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. ഇതിനെന്താ കംപ്ലൈന്റ്? പോലീസുകാരന്മാരെന്ന് തീരെ ശ്രദ്ധയില്ലാണ്ട് വണ്ടിയുടെ ബോണറ്റൊക്കെ തുറന്നു വെച്ച് പോയിരിക്കണം. ആരുടെ തലേൻ്റെ ഉള്ളിൽ കുടുങ്ങിയാ പണ്ടാവും. എടാ അവിടെ ഏത് വണ്ടിയാടാ കിടക്കണ്? എടാ ഇതാണ് ആ വണ്ടി. യോ ഇത് കണ്ടിട്ട് ഏതാണ്ടൊക്കെ പ്രൊട്ടക്ഷനുള്ള കാറാലോ. ആ മനസ്സിലായി. ഈ കൊലയാളിനൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ആള് വണ്ടി ചേസിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ എടുക്കാനുള്ള വണ്ടിയാവും. കണ്ട ഇടിച്ചാലൊന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മറ്റേ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഈ വണ്ടി ഈ വണ്ടിയിൽ കീയൊക്കെ ഉണ്ടാ നമ്മൾ സ്റ്റാർട്ടാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ നമുക്ക് ഇനി നേരെ മൈക്കിളിൻ്റെ അടുത്തോട്ട് ഈ വണ്ടിയായിട്ട് പോവാ. അവന് നമ്മൾ ചോദിക്കണ ക്യാഷ് തരും കേസ്. അല്ല പിന്നെ അത്ര ഉള്ളോ. എടാ ഒടുക്കത്തെ കൺട്രോൾ. ഇത് എന്ത് വണ്ടി ഉണ്ടാ തീരെ കൺട്രോൾ ഇട്ടണില്ല ഗൈസ്. നമ്മളിത് എടുത്തപ്പോഴേ 5 സ്റ്റാർ വന്നിട്ടുണ്ട്. ആകെ മൂഞ്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചത് എടുത്ത പോലീസുകാരൊന്നും അറിയില്ലാന്ന്. സംഭവം ഇതിനുള്ളിൽ എന്തോ സെൻസർ ഉണ്ട് കേസ്. അതുവഴി അവർ അറിഞ്ഞിട്ടുണ്ട്. എടാ ഇത് എന്ത് പവറണ്ടാ വണ്ടിയിൽ. ഞാനൊരു സ്വിച്ച് നിൽക്കിയപ്പോൾ വണ്ടി ഇത് പറക്കുന്നു. എടാ ഇത് എന്ത് വണ്ടി ഉണ്ടത്? എടാ പറക്കണ വണ്ടിയാ. എടാ 6 സ്റ്റാർ വാണ്ടഡ് ലെവലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പറന്ന് പോവാ. എടാ ഇതെന്താ പറക്കാത്ത? വണ്ടി പറക്കടാ. വണ്ടി പറക്കടാ. എടാ ഇത് നമ്മളൊരു വണ്ടിയും പിടിക്കുമ്പോൾ നമ്മളെ ഓപ്പോസിറ്റുള്ള വണ്ടിയും പറന്നു പോകുന്നുണ്ട്. എടാ ഈ വണ്ടിയും പറന്നു പോകുന്നുണ്ട്. അയ്യോ ഗൈസ് ഇതെന്താ പറക്കണ വണ്ടിയാ. വെൽക്കം ടു എയർലൈൻ കാർ. അയ്യോ എന്ന് പറയും ഫ്ലൈറ്റ് കാർ അത്ര ഉള്ളോ. എടാ പറന്നുകൊണ്ട് സഞ്ചരിക്കുക വെറുതെ അല്ലാട്ട മൈക്കിൾ പറഞ്ഞേ. എടാ ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് മുങ്ങിയാല? വേണ്ട ഗൈസ് നമുക്ക് ഇങ്ങനത്തെ വണ്ടി ആവശ്യമില്ല. ഇത് പറന്ന് എങ്ങനെയാണ് നിലത്തേക്ക് ഇറക്കാം. ഞാൻ എന്തായാലും മൈക്കിളിൻ്റെ അടുത്ത് കൊണ്ടെടുക്കട്ടെ ഈ വണ്ടി. ഇതിൻ്റെ കയ്യിൽ അധികം നേരം എന്നാൽ ശരിയാവില്ല ഗൈസ്. ഇവിടെ നമ്മൾ മൈക്കിൾ വിട്ടെന്ന ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ സമയത്ത് ഓന്താന്നാ തോന്നുന്നത്. പല സമയത്ത് പല സ്ഥലത്താണ് ഉണ്ടാവുക. ഓക്കെ ഇപ്രാവശ്യം കാണിക്കുന്ന ഈ വീടിൻ്റെ അവിടെയാണ് ലൊക്കേഷന്. ഓക്കെ നമുക്ക് ഞാൻ അങ്ങോട്ടേക്ക് പോയേക്കാം. മൈക്കിളിന് എന്തായാലും ഈ വണ്ടി കൊടുക്കാം. ഇവനോട് പറയണ്ടേ പവറിലോന്ന്. ഓൻ തന്നെ അറിയട്ടെ. ഓ ഒലക്ക. പിന്നെ നമ്മൾ വണ്ടി ചെറുതായിട്ട് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട്. സംഭവം പോലീസുകാർ അറിയാണ്ടിരിക്കാനാണ്. ഓൻ തന്നെ ക്യാഷൊക്കെ അന്ന് വിട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്തോ പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് എന്തായാലും ഈ വീടിൻ്റെ സൈഡിൽ ഇത് കൃത്യമായിട്ട് പാർക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൈക്കിളിനെ വിളിച്ചിട്ട് ക്യാഷും വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് മെല്ലനെ മുങ്ങാം. അല്ലെങ്കിൽ ശരിയാവൂല. പോലീസുകാരായിട്ട് തപ്പി വന്നാലേ ഞാൻ കുടുങ്ങും. എടാ മൈക്കിളെ എത്ര വണ്ടി ഇതാ. ഓളോ ഫ്രാങ്ക്ലിൻ നീ വണ്ടി കൊടുത്തൊന്നില്ല. ഞാൻ ചേച്ചനെ കൊണ്ട് പറ്റില്ലാന്ന്. എടാ ഫ്രാങ്ക്ലി വിചാരിച്ചിട്ട് എന്താ പറ്റാത്തത്? ഒക്കെ അത്രേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച എന്താ ഇവിടെ പറ്റാത്തത്? നീ ക്യാഷ് അയച്ചേ. ഒരു ക്യാഷൊക്കെ എൻ്റെ അക്കൗണ്ടിലോട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെടാ എന്നാ ഞാൻ പോട്ടെ. ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ വണ്ടി ഓടിച്ചോട്ടാ. ഒന്നരങ്ങനെ അങ്ങനെയാണ്. നീ വണ്ടി ഓടിച്ച് നോക്ക് അപ്പം അറിയാം. ഓക്കെ ഞാൻ പോട്ടെ ബൈ. നമുക്ക് ഇനി ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ടാ പോവാ. എന്തിനാ നമുക്ക് ടാക്സി? നമുക്ക് ഇവിടുന്ന് വല്ല വണ്ടി ഇട്ടാ കക്ക അത്രേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച ഒരു വണ്ടിയും കിട്ടാത്തില്ല. അല്ല മൈക്കിളി നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ ഇനി ഓൻ എന്തെങ്കിലും മിഷീൻ വണ്ടി വിളിക്കട്ടെ. ശരിയാ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി പിടിക്കാം. അല്ല വേണ്ട ബാക്കിയത്തെ വണ്ടി പിടിക്കാം. ഇതും വേണ്ട നമുക്ക്. ഓക്കെ ഈ വരുന്ന വണ്ടി എടുക്കാം. ഇതൊന്ന് ആ പിങ്ക് കളർ വണ്ടി ഒന്നും രസമല്ല ഗൈസ്. ഇതന്നെ എടുക്കാം. ഇറങ്ങണ വണ്ടിന്ന് നീ ഈ വണ്ടി എൻ്റെ സ്വന്തം അല്ല. പിന്നെ ഇറങ്ങിപ്പോടാ നടന്നു പോണ വീട്ടിലേക്ക്. ഇതെന്താണ് ഇയാൾ കാട്ടുന്നത്? ഓക്കെ ഗൈസ് ഇതുള്ള നമ്മളന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എടുക്കാച്ച വീഡിയോ വരട്ടെ. ബൈ ഗൈസ്.